സ്റ്റഡീസ് പറയുന്നുണ്ട് 80% ഓഫ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫെയിൽ ബൈ ഫെബ്രുവരി. ഈ ഹാബിറ്റ് ബിൽഡിംഗ് ഇത്ര ഹാർഡ് ആവാൻ കാരണം ഒരു ഇൻസ്റ്റന്റ് റിവാർഡ് എന്താ 3 സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ക്യൂ, റൊട്ടീൻ, റിവാർഡ്. പക്ഷേ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി. മെത്തേഡാണ്. ആ ഒരു മെത്തേഡ്. ഒരു ഹാബിറ്റ് ഫോം ആവണമെങ്കിൽ 21 ദിവസം മാത്രം, 21 ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ അതൊരു ഹാബിറ്റ് ആയി ഇനിയിപ്പോ ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ വേറൊരു പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ Hey guys, welcome to the first episode of the Wealthy Leader podcast. ഇന്ന് നമ്മുടെ ടോപ്പിക് സയൻസ് ഓഫ് ബിൽഡിംഗ് അൺസ്റ്റോപ്പബിൾ ഹാബിറ്റ്സ്. ഷമീം, നീ ഇപ്പൊ എടുത്ത എന്തെങ്കിലും ഒരു നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കാം? ഞാൻ എല്ലാ വീക്കിലും അറ്റ്ലീസ്റ്റ് 1 ബുക്ക് തീർക്കണമെന്ന് വിചാരിച്ചിരുന്നു, ഒരു പ്ലാൻ ഇട്ടിരുന്നു. അതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഫസ്റ്റ് 2 വീക്കൊക്കെ നമ്മൾ 2 ബുക്കൊക്കെ വായിച്ചു കൊണ്ടുപോയി. പിന്നെ 3rd വീക്ക് ആകുമ്പോഴൊക്കെ പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ തുടങ്ങി. പിന്നെ മടി പിടിച്ച് വായിക്കലേ നിർത്തി അങ്ങ്. ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണോ? അല്ലല്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയി സാധാ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജിമ്മിൽ പോകുന്ന പരിപാടി. അത് ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു. ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങി. ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ റീൽസ് കാണും, പിന്നെ ആൾക്കാർ ഇങ്ങനെ കുറേ സപ്ലിമെൻറ്റ്സിൻ്റെ പ്രൊമോഷനൊക്കെ കണ്ടിട്ട് ഞാൻ വേഗം നമുക്ക് ഇങ്ങനത്തെ ഡ്രീം ഫിസിക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ജിമ്മിന് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് പെട്ടെന്ന് അതൊന്നും ഭയങ്കര മോട്ടിവേറ്റഡ് അല്ലേ, നമ്മളെ അത്ര അഡ്രിനലിൻ കൊണ്ടില്ല. ഞാൻ 3 മാസത്തേക്ക് ഒറ്റയടിക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ 2 മാസം ഇങ്ങനെ എങ്ങനെയെങ്കിലും പോയി. പിന്നെ ലാസ്റ്റ് 2 മാസത്തിലാകുമ്പോൾ ഞാൻ രാത്രി പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ തന്നെ നിർത്തി. പിന്നെ ലാസ്റ്റ് ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ വിട്ട്. അത് നിനക്ക് മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല. ഇത് സ്റ്റഡീസ് പറയുന്നുണ്ട് 80% ഓഫ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫെയിൽ ബൈ ഫെബ്രുവരി. 80%. അത്രക്കും ഉണ്ടോ? അത്രക്കും ഉണ്ട്. അത് വലിയ പ്രശ്നമല്ലേ? അത് നീ തന്നെ ആലോചിച്ച് നോക്ക്, ജാനുവരിയിൽ ജിമ്മ് ഫുള്ളല്ലേ. അതാണ്. പക്ഷെ ഫെബ്രുവരി ആയപ്പോഴേക്ക് എന്തായി? കുറഞ്ഞു. നോർമൽ ആയിട്ടില്ല. ഭയങ്കര നോർമലല്ല, ഗോസ്റ്റ് ടൗൺ പോലെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യണം. നമുക്കൊരു ഈ ഹാബിറ്റ് ബിൽഡിങ് ഇത്ര ഹാർഡ് ആവാൻ കാരണം ഒരു ഇൻസ്റ്റന്റ് റിവാർഡില്ല. കറക്റ്റാണ്. നമ്മള് ബാഡ് ഹാബിറ്റ്സ് ഭയങ്കര ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. പക്ഷെ ഇപ്പൊ നമ്മളൊരു ബാഡ് ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിംഗ് എന്ന് വിചാരിച്ചാൽ ഒരു ഹാബിറ്റാണ്, റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പോകുന്നത് 3 സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ക്യൂ, റൊട്ടീൻ, റിവാർഡ്. ക്യൂ എന്ന് ഉദ്ദേശിക്കുന്ന ട്രിഗർ. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, എന്തെങ്കിലും മെസ്സേജ് വന്നു, നമ്മൾ ഫോൺ അങ്ങനെ എടുക്കുക, പിന്നെ അത് റീൽസിലേക്ക് പോകും. ഇങ്ങനെ സ്ക്രോളിംഗ് ആണ് ഇതിൻ്റെ റൂട്ടീൻ പരിപാടി. നമ്മളിത് സ്ക്രോൾ ചെയ്തുകൊണ്ടൊക്കെ ഒരു റിവാർഡ്, ഡോപ്പമീൻ ഹിറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്. ഏത് ബാഡ് ഹാബിറ്റ് നോക്കും, ഇപ്പോൾ വെയ്പ്പിംഗ് ഒക്കെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡോപ്പമീൻ ഹിറ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ നല്ല ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ജിമ്മിൽ പോയാലോ, ബോഡി ബിൽഡിങ്, എന്താ സ്റ്റഡിങ് ആണെങ്കിലൊക്കെ അന്നേരം റിവാർഡില്ല, കുറച്ച് കഴിഞ്ഞിട്ട് റിവാർഡ് കുറച്ച് ഡിലേഡ് ആണ്. അതായത് നമ്മളിപ്പം 6 പാക്ക് പോയാടെ 6 പാക്ക് നമുക്ക് ആദ്യത്തെ 1 വീക്ക് തന്നെ വന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ജിമ്മ് നിർത്തൂലല്ലോ. നമ്മൾ അത്രയ്ക്ക് നല്ല ഫിസിക്ക് ഒരാഴ്ച തന്നെ. പക്ഷെ എന്ത് നല്ല കാര്യങ്ങളും അത് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഡിസിപ്ലിൻ വേണ്ടേ. അപ്പൊ ഈ മോട്ടിവേഷൻ ഡിസിപ്ലിൻ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. എൻ്റെ കാര്യം നോക്കുമ്പോൾ അതെ. പക്ഷെ ഈ മോട്ടിവേഷൻ കുറഞ്ഞപ്പോഴല്ലേ നീ പോയാലും നിർത്തിയത്? ഇപ്പൊ കറക്റ്റാണ്, മോട്ടിവേഷൻ കുറഞ്ഞപ്പോഴാണ്. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. നമുക്ക് ഓൾവേസ് മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ പറ്റില്ല. കാരണം മോട്ടിവേഷൻ ഒരു ഇമോഷനാണ്. കറക്റ്റാണ്, ഇമോഷൻസ് വന്നു പോകും. മോട്ടിവേഷൻ ഒരു ഇമോഷൻ ആണല്ലോ. മൂഡ് സ്വിങ്സ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഡിസിപ്ലിൻ അങ്ങനെയല്ലല്ലോ. ഡിസിപ്ലിൻ ഒരു ഹാബിറ്റാണ്. പക്ഷെ ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി. മെത്തേഡാണ്. ഒരു മെത്തേഡാണ്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ജെയിംസ് ക്ലിയർ. നീ വായിച്ചിട്ടില്ല? എന്റെ ഫസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞില്ല ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചത്. അത് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് സ്പേസിലൊക്കെ ഫസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് റെക്കമെൻഡഡ് റീഡ്സ് ആണ് അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. നീ ഉദ്ദേശിക്കുന്ന ഈ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആങ്കറിംഗ് അല്ലേ? അങ്ങനെയാണ് സംഭവം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്യുന്ന ഒരു ഹാബിറ്റിന്റെ അത് കഴിഞ്ഞ ഉടനെ ഞാനൊരു പുതിയ ഹാബിറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യാം, എല്ലാ ദിവസവും ബ്രഷ് ചെയ്യും. അതൊരു നോർമൽ റൊട്ടീനാണല്ലോ. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ 10 പുഷപ്പ് ചെയ്യുന്ന ഒരു ഗോൾ വെക്കണം. ആഫ്റ്റർ ബ്രഷിംഗ് മൈ ടീത്ത് ഐ വിൽ ഡു 10 പുഷപ്സ്. ബ്രഷിങ് ഒരു നോർമൽ ആക്ട് ആയിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ 10 പുഷപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇത് 2 ഡിഫറെൻറ്റ് ഹാബിറ്റ് ആയിട്ട് കാണരുത്. ബ്രഷിങ്ങും പുഷപ്പ് ഒരു ഹാബിറ്റ് ആക്കുക, ബ്രഷിങ് കഴിഞ്ഞ ഉടനെ പുഷപ്പ് ചെയ്യുക, അത് ഒരു ഹാബിറ്റ് ആയിട്ട് വരുമ്പോൾ ബ്രഷിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഫിനിഷിംഗ് ആണ്. എന്ത് അതിനുശേഷം ഉടനെ 10. അപ്പൊ നിനക്ക് വേറെ ട്രിഗറിന്റെ ആവശ്യം വരും. അപ്പൊ നമുക്ക് നമ്മളെ മെന്റലി നമ്മള് ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും. അതായത് ദിവസം നമ്മൾ ചെയ്യുന്ന ബ്രഷിംഗ് ആണ്, അതിന്റെ മേലെ എളുപ്പമായിട്ട് നമുക്ക് പുഷപ്പ് ചെയ്യാം.
അത് ചില ആൾക്കാർക്ക് കുറെ അൺനോയിങ്ലി ഓൾറെഡി ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടാവും അവർ, പക്ഷെ ബാഡ് ഹാബിറ്റ്സിലേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച ഉടനെ ഇരുന്ന് മൊബൈൽ നോക്കാന്ന് വിചാരിച്ചാൽ അതൊരു ഹാബിറ്റ് ആയിട്ടുണ്ടാവും. ആഫ്റ്റർ ഈറ്റിംഗ് മൈ ഫുഡ് ഐ വിൽ സ്ക്രോൾ ഓൺ മൈ മൊബൈൽ, സ്ക്രോൾ ഓൺ സോഷ്യൽ മീഡിയ. അതൊരു അൺനോയിങ്ലി അവരൊരു ഹാബിറ്റ് ആങ്കറിങ് പരിപാടി ചെയ്തിട്ടുണ്ടാവും. ഈ നെഗറ്റീവ് ഹാബിറ്റ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് നീ പറഞ്ഞ പോലെ ആണെങ്കിൽ മൊബൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബോഡിക്ക് ഡാമേജ് ഇല്ല. പക്ഷെ ഓരോ ആൾക്കാര് ബോഡി റെസിസ്റ്റന്റ് ആയിരിക്കും. അതായത് ഓരോ ആൾക്കാർ ഈ ഫുഡ് കഴിക്കുന്നില്ല, ഓരോ സമയത്ത് ഉച്ചക്ക് ഈ സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വർക്ക് കഴിയുമ്പോൾ എനിക്ക് സ്ട്രെസ് വരുമ്പോൾ തന്നെ ഞാൻ സിഗരറ്റ് വലിക്കും. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉപ്പിലുണ്ട്, അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യല് ഒരു സിഗരറ്റിലായിരിക്കും. പക്ഷെ 2-3 മാസം കഴിയുമ്പോൾ അവർ പിന്നെ ഒരു പാക്കറ്റോ അല്ല 12 സിഗരറ്റിലേക്ക് എത്തും. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഡോപ്പമിൻ ഹിറ്റ് കിട്ടണമെങ്കിൽ അവർക്ക് ഇത്രയും സിഗരറ്റ് വലിക്കണം. കാരണം അവരുടെ ബോഡി അത്രയ്ക്ക് റെസിസ്റ്റന്റ് ആവും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കില്ല ആൾക്കാര്, ഈ കുട്ടികൾ മാത്രം സാധാരണ വലിയ ആൾക്കാരും. അപ്പൊ അവരുടെ ബോഡി റെസിസ്റ്റന്റ് ആവും. അപ്പൊ അവർക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ കണ്ടിന്യൂസ് ഡ്രഗ്സ് കിട്ടണം. ആ ഡോപ്പമിൻ ഹിറ്റ്, ആ ലെവല് കിട്ടണമെങ്കിൽ, കാരണം അവർ റെസിസ്റ്റന്റ് ആയി ഓൾറെഡി. അപ്പൊ ആ റീച്ച് കിട്ടണമെങ്കിൽ അവർക്ക് ഇത്രയും എമൗണ്ട് കൂടുതൽ ഉപയോഗിക്കണം. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് മറ്റേ റീഹാബിലിറ്റേഷൻ സെന്ററിലും ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ നമ്മൾ അവർ ഒറ്റ അടിക്ക് അത് കളയല്ല ചെയ്യല്. അവർ കുറച്ചായിട്ട് എമൗണ്ട് ഓഫ് കൺസംഷൻ ഡോസേജ് കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് അവനെ ഫുൾ ആയിട്ട് ക്യൂർ ചെയ്യാം. ഇപ്പൊ ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ ചായ കുടിക്കലൊക്കെ അങ്ങനെയല്ല. അതെ. കാരണം എന്റെ പാരന്റ്സ്ക്കും അവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. അവർക്ക് ആ ദിവസത്തെ ഫങ്ഷനിങ് ഫുൾ, അവർ മൂഡ് സ്വിങ്സ് ഫുള്ള് എഫക്ട് ചെയ്യുന്നതും അല്ല ഫുള്ള് ചെയ്യുന്നത് ഈ ചായ കുടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ ഹാബിറ്റ്സ് ആയിരിക്കും. നമ്മൾ നല്ല ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഒറ്റ അടിക്ക് കുറക്കില്ല ഈ ഹാബിറ്റ്. നല്ല ഹാബിറ്റ്സ് ഒറ്റ അടിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം ഫസ്റ്റ് ദിവസം തന്നെ 100 പുഷപ്പ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യാൻ നടക്കണമെന്നില്ല. ഇമ്പോസിബിൾ എന്നല്ല, അധികം ആൾക്കാർക്ക് നടക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഇപ്പോൾ 10 പുഷപ്പ്, സെക്കൻഡ് ഡേ 12, തേർഡ് ഡേ 15, അങ്ങനെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരല്ലേ ചെയ്യാം. ചെറിയ ഇംപ്രൂവ്മെന്റ്സ്. 1% ഇംപ്രൂവ്മെന്റ് എല്ലാ ദിവസവും ചെയ്താൽ വർഷത്തിൽ നമ്മൾ 37 ടൈംസ് ഇംപ്രൂവ്മെന്റ് ചെയ്തു. സ്റ്റഡീസ് പ്രൂവ് ചെയ്തതാ? സ്റ്റഡീസ് ആണ് വെച്ചാൽ 37 ടൈംസ് ഇംപ്രൂവ്മെന്റ് ആണ് ഒരു ദിവസം 1% ഇംപ്രൂവ്മെന്റ് ആണ്. ചെറിയ 1% ഇംപ്രൂവ്മെന്റ് എന്താണ് ഇതില് പ്രൂവ് ആയിട്ട് എന്തെങ്കിലും തിയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടായിരുന്നോ? ഇത് ഞാൻ ആറ്റോമിക് ഹാബിറ്റ്സിൽ വായിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരി. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കേട്ടത് ഞാൻ മറ്റേ ഇതിലാണ്, നമ്മളെ സൈക്ലിംഗ് കോമ്പറ്റീഷന്റെ ശരിയാണ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം. അതന്നെ, ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ അത് കഥ എങ്ങനെയാന്ന് വെച്ചാല് 2003 വരെ ഈ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം മേജർ കോമ്പറ്റീഷൻസ് ഒന്നും ജയിച്ചിട്ടില്ല. ചെറിയ കോമ്പറ്റീഷൻസ് ഒക്കെ ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇതൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് അവർ പുതിയ കോച്ചിനെ ഹയർ ചെയ്തു. ഡേവ് ബ്രെയിൽസ്ഫോർഡ് അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. ഇയാളെ 2003 ഹയർ ചെയ്ത്. അപ്പൊ ഇയാൾ എന്താ വെച്ചാല് ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് വെച്ചാൽ ഈ സൈക്കിളിന്റെ സീറ്റ് മാറ്റി, പിന്നെ അവർ ഉറങ്ങുന്ന പില്ലോ മാറ്റി, കുറച്ചുകൂടി നല്ലോണം ഉറങ്ങാൻ. ഈ യൂണിഫോം ഉണ്ടാവില്ലേ സൈക്ലിങ്ങിന്റെ, അത് മാറ്റി കുറച്ചുകൂടി ലൈറ്റ് യൂണിഫോം ആക്കി. പിന്നെ അവർ ഹാൻഡ് വാഷിംഗ് പഠിപ്പിച്ചു കൊടുത്ത്, ജേംസ് വരാണ്ടിരിക്കാൻ, സോ ദാറ്റ് ദേ ഡോണ്ട് ഫോൾ സിക്ക്. അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ചേഞ്ച് പഠിപ്പിച്ചിട്ടൊക്കെ അവര് ടൂർ ദി ഫ്രാൻസ് എന്ന് പറഞ്ഞ വലിയ മേജർ കോമ്പറ്റീഷൻ അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ജയിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവര് വൺ ഓഫ് ദി ടോപ്പ് സൈക്ലിംഗ് ടീംസ് ഇൻ ദ വേൾഡ്. ഞാൻ കേട്ടത് ഇവർ ഒരു 2008, 9, 10 ആകുമ്പോൾ 2008 to 10 ബിറ്റ്വീൻ അവർ 60 മെഡൽസ് ആയിട്ടും ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുണ്ടെന്നാണ്. അതല്ല, ഈ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര സ്മോൾ ചേഞ്ചസ് അല്ലേ, പക്ഷെ അത് വലിയൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് അവരെ ഫുൾ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇപ്പൊ ഒരു പ്ലെയർ ആണെങ്കിൽ അയാളും ഇടുന്ന ഷൂ ഒക്കെ ചെറിയ ചേഞ്ച് ആണെങ്കിലും ചിലപ്പോൾ ഓവറോൾ പെർഫോമൻസിൽ ഒരു മാറ്റം വരും, പ്രത്യേകിച്ച് ഒരു ലോങ് ടൈമിൽ. കറക്റ്റാണ്. ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ ഞാൻ ബുക്സ് വായിക്കുമ്പോൾ സെക്കൻഡ് ബുക്ക് വായിച്ചത് ഒരു സൈക്കോളജി ബുക്ക് ആയിരുന്നു. അപ്പൊ അതിൽ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിക്കൽ ടേം ആയിട്ട് അവർ ഉപയോഗിക്കലുണ്ട്. കാരണം ഇത് നമ്മളെ മെന്റലി അവർ നമ്മളെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യലാണ്. എക്സാമ്പിൾ അതായത് ഇപ്പൊ ഞാന് ഈ ബുക്ക് വായിക്കുന്ന എക്സാമ്പിൾ എടുക്കാം, എൻ്റെ ഒരു ഹാബിറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ ഉണ്ടാവില്ല. പക്ഷെ ഞാനൊരു ആസ് എ പേഴ്സൺ ഞാൻ എപ്പോഴും ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്ന എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അല്ല, ഞാൻ എപ്പോഴും ഭയങ്കര നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എൻ്റെ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എൻ്റെ
ബ്രെയിൻ ഇതാക്കും. അപ്പൊ എന്താണ് എന്റെ ബ്രെയിൻ അങ്ങനെ അലൈൻ ചെയ്യാൻ തുടങ്ങും, അതിന്റെ ഐഡന്റിറ്റി ആയിട്ട് അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പം നീ ഒരു കൊക്കോ പ്ലെയർ അല്ലേ, നാഷണൽ ടീം പ്ലെയർ അല്ലേ, അപ്പൊ നീ പ്രാക്ടീസ് നിൽക്കും, ഓരോ സ്ഥലത്തും മടി പിടിക്കും, നല്ല വിന്റർ സമയത്തിലും മടി പിടിക്കും. അപ്പൊ നീ വിചാരിക്കുന്നത് എന്താണ്, നീ ഒരു അത്ലീറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എക്സസൈസ് ആണ് നിന്റെ ഗോൾ, പക്ഷെ നീ ഒരു അത്ലീറ്റ് ആണെന്ന് വിചാരിച്ചാൽ നിന്റെ മൈൻഡ് സെറ്റ് മാറും. അപ്പൊ നീ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അത്ലീറ്റ് ആവണമെങ്കിൽ എക്സസൈസ് ചെയ്യണം. ഐ ആം ആൻ അത്ലീറ്റ്, സോ ഐ ഹാവ് ടു ഓക്കെ. I want to exercise ന് പകരം I am an athlete, so I have to exercise. അതാണ്. അപ്പോൾ I want to lose weight ന് പകരം I am a healthy eater. അത് അല്ലെങ്കിൽ ഞാൻ ഒരു മോഡലാണ്, ഞാൻ എനിക്ക് ലേറ്റസ്റ്റ് ഫാഷനിൽ എനിക്ക് നല്ല വൃത്തിക്ക് നിൽക്കണം, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ മോഡലാണ്, ഞാൻ ഫിറ്റ് ആണ്, അങ്ങനെ ഓർക്കുമ്പോൾ ശരിയാണ്. ഈ രാവിലെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ഇപ്പോൾ സ്കൂളിൽ ട്രെയിനിങ് ഉണ്ടാവും, അപ്പോൾ ഇത് എല്ലാ ദിവസവും പോയിട്ട് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുണ്ട് ശരിക്കും. അതെ, എല്ലാ ദിവസവും മോട്ടിവേറ്റ് ഒന്നും ആയിക്കില്ല, പക്ഷെ അന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസത്തിന് ഒരു സുഖം ഉണ്ടാവും, ഒരു ഗിൽറ്റ് വരും. അങ്ങനെ ആയിട്ട് മാറിയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ സംഭവിക്കാൻ എടുത്തത് ഒരു 2 മാസം അങ്ങനെ എടുത്തിട്ടുള്ളൂ. 2 മാസം ഒരു ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇന്റഗ്രേറ്റഡ് ആവും നമ്മളെ റൊട്ടീൻ. ഞാൻ ഒരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഓരോ ഹാബിറ്റ് ഫോം ആവണമെങ്കിൽ 21 ദിവസം മാത്രമാണ്, 21 days കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ അതൊരു ഹാബിറ്റായി ഫോം ആവും. നമ്മളെപ്പോഴും നമ്മൾ റൂട്ട്സിൽ തന്നെ അത് അങ്ങനെ സ്റ്റേ ചെയ്യും. പക്ഷെ അധികം ആൾക്കാരും 21 ദിവസം കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അതായത് ഞാൻ ഇന്നൊരു ഒരു ബുക്ക് ഫുള്ള് വായിക്കും, ഞാൻ ഒരു 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ 2 പേജ് ആയിരിക്കും വായിക്കല്. അത് ചെയ്തുകൊണ്ട് ഹാബിറ്റ് ഫോം ആവണമെന്നില്ല. അപ്പൊ ഒരു ഇൻസ്റ്റന്റ് റിവാർഡ് ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആയിരിക്കും. മോട്ടിവേറ്റഡ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഒരു നല്ലൊരു ഡിസിപ്ലിൻ പേഴ്സൺ മാത്രമേ മോട്ടിവേഷൻ ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ കഴിയൂ. കാരണം മോട്ടിവേഷന് ഒരു ഇമോഷൻ ആണല്ലോ. അതെ, അത് വന്നു പോകും. ഇമോഷൻസ് വിൽ കം ആൻഡ് ഗോ. ഡിസിപ്ലിൻ അങ്ങനെയല്ല, ഡിസിപ്ലിൻ ഒരു മെന്റാലിറ്റിയാണ്. അതെ, ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്സ് നമ്മൾ ഇടുമ്പോൾ നമ്മളെ ബ്രെയിൻ എന്താണ്, നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് തീരെ എഫേർട്സ് ഇല്ലാതെ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് ഗ്യാപ്പ് എടുക്കുമ്പോഴാണ് നമ്മളെ ബ്രെയിൻ ഇറ്റ് ഷട്ട്സ് ഡൗൺ. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഹാർഡായിരിക്കും, ബ്രെയിൻസ് കുറേ ഫംഗ്ഷൻ ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പം നീ എല്ലാ ദിവസവും 3 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ നിനക്ക് കുറച്ച് കാലം നീ നിർത്തി വെച്ചോ, നിന്റെ തീരെ സ്റ്റാമിന പോകും, അങ്ങനെയൊക്കെ ഇല്ലേ. പക്ഷെ നീ എല്ലാ ദിവസവും ഓടുന്ന ഒരാൾ, കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ നിന്റെ ഭയങ്കര ഈസി അല്ലേ നിനക്ക് സാധാരണ എന്നെപ്പോ നീ ഞാൻ ഓടിയത് നിനക്ക് ഏറ്റവും സുഖം ഉണ്ടാവില്ല ഓടി തീർക്കാൻ 3 കിലോമീറ്റർ, അത് മാരത്തോൺ എന്തായാലും അല്ലേ. കാരണം നീ ഡിസിപ്ലിൻ ആയിട്ട് 3 കിലോമീറ്റർ എല്ലാ ദിവസവും ഓടുന്ന ഒരാളാണെങ്കിൽ, എല്ലാ ദിവസവും ഡിസിപ്ലിൻഡ് ആയിട്ട് 3 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ നിനക്കല്ലേ എന്നെക്കാട്ടി ഓടിക്ക് തീർക്കാൻ സുഖം. നിനക്ക് അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് എന്റെ അത്ര എഫേർട്ട് ഇടാതെ. ഈ ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ ഇപ്പൊ ബ്രേക്ക് ചെയ്യല്? ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റ് ഉണ്ടാ, നമ്മളെന്താണ്, നമ്മൾ ഈ ട്രാഫിക് റൂൾസ് യു എ നോക്കിയാൽ മതി. നമ്മൾ ട്രാഫിക് റൂൾസ് എന്തിനാ ഫോളോ ചെയ്യുന്നത്? കാരണം അതിന്റെ ഇൻസ്റ്റന്റ് റിവാർഡ് പോസിറ്റീവ് റിവാർഡ് അല്ല, നെഗറ്റീവ് റിവാർഡാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും, ഫൈൻ കിട്ടലാണ് നമ്മുടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എല്ലാ റിവാർഡിങ്ങും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ പ്രശ്നം വെച്ചാൽ അത് നമുക്ക് അത്രയും പ്ലീസിങ് അല്ല, ഭയങ്കര അൺപ്ലസന്റ് ഫീലാണ് നമുക്ക് കിട്ടൽ. അപ്പൊ നമ്മൾ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഇതൊരു ഹെഫ്റ്റി ഫൈനാണ്. നമ്മൾ അത് നമ്മളിപ്പോ 2 മാസമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ, നമ്മൾ വർക്കിംഗ് അല്ലല്ലോ. ഇപ്പൊ നമുക്ക് സേവ് ചെയ്ത് വെച്ച പൈസ ഇപ്പൊ നമ്മൾ 18 വയസ്സായി, നമ്മൾ ലൈസൻസ് എടുത്ത് ഫൈൻ കിട്ടിയാൽ അത് ഫുൾ ആ സേവിങ്സ് ഫുൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് റിഗ്രറ്റ്. അപ്പം അങ്ങനത്തെ ഫൈൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്താല് കൊടുക്കുന്നോണ്ടാണ് ഇവിടെ ആൾക്കാർ റൂൾസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ബാഡ് ഹാബിറ്റ്സ്, അതായത് ഈ വേപ്പിംഗ് ഒക്കെ ഇല്ലേ, ഇപ്പം ജെൻസിന്റെ ഇടയിൽ ഭയങ്കര കോമൺ ആണ് വേപ്പിംഗ്. അപ്പൊ ഇപ്പം നീ തന്നെ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു USA ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിന്റെ ഒരു ആപ്പ് ഉണ്ട്, നമ്മളെ അതിനെ കുറിച്ച് പറഞ്ഞു. അത് ഒരു ആപ്പാണ്. നമ്മൾ എല്ലാ സമയം പഫ് എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യും, ഐ പഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനനുസരിച്ച് കാണിക്കും നമ്മളെ ലങ്സ് എത്ര ഡാമേജ് ആയി. അപ്പൊ നമുക്ക് സെൽഫ് കോൺഷ്യസ് അവയർനെസ്, വിഷ്വലി അത് കാണുമ്പോൾ ഒരു റിഗ്രറ്റ് ഫീലിംഗ് വരും. അങ്ങനെയാണ് ബാഡ് ഹാബിറ്റ്സ്. ഇനിയിപ്പോൾ ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ വേറൊരു പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പഠിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ പഠിക്കാനൊരു തീരെ മൂടുണ്ടാവില്ല. അപ്പോൾ വെച്ചാൽ ഞാൻ വൺസ് ഐ സ്റ്റഡി ഫോർ ഹാഫ് ആൻ അവർ ഞാനൊരു മുട്ടായി കഴിക്കും. അപ്പോൾ മുട്ടായി എന്ന് വെച്ചാൽ ഒരു ഡോപ്പമീൻ ഹിറ്റ് ആണല്ലോ. അപ്പോൾ 30 minutes പഠിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടായി കഴിക്കും.
അതൊരു കണ്ടീഷനിങ് ആണ്. അത് നമ്മൾ സൈക്കോളജിയിലുള്ളതാണ്. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ +1 പഠിച്ചതാണ്. ഒരു കണ്ടീഷനിങ് അതിൻ്റെ റിവാർഡും. അതായത് ഇപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് അവർ ചെയ്യുന്നത് മറ്റേ ഒരു ഡോഗ്സിലും അങ്ങനെയാണ്. അവർ ആദ്യം ഒരു ബെല്ലടിക്കും, ഇന്നത്തെ ഫുഡ് കൊടുക്കും. അപ്പോൾ കുറേ നാൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴേ ബെല്ലടിച്ചില്ലെങ്കിലും അല്ല ബെല്ലടിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന മുമ്പിൽ അവർക്ക് സലൈവ പ്രൊഡ്യൂസ് ആവും. കുറേ നാളിങ്ങനെ ബെല്ലടിച്ച് ഫുഡ് കൊടുത്താൽ അതിൻ്റെ മൈൻഡിലും അങ്ങനെ ആവും. അതൊരു കണ്ടീഷൻ, ബെല്ലടിക്കുന്ന ഒരു കണ്ടീഷൻ. ബെല്ലടിച്ചാൽ എനിക്ക് ഫുഡ് കിട്ടും. അതൊരു കണക്കിന് ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആണല്ലോ. ഹാബിറ്റ് ഫോർമേഷൻ ആണത്. അപ്പം എന്താണ്, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ വെറുതെ ബെല്ലടിച്ചാലും അതായത് വേറെ ആരെങ്കിലും ബെല്ലടിച്ചാലും അവർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം അവരുടെ മൈൻഡിൽ ഓൾറെഡി ഫോമായ ഇമേജ് ഉണ്ട്, ബെല്ലടിച്ചാൽ അവർക്ക് ഫുഡ് കിട്ടും. അപ്പം അതിൻ്റെ മുമ്പ് ഒരു പ്രീ സലൈവറി എറക്ഷൻ ഉണ്ട്, അതാണ് അവരെ ഫോം ആവുന്നത്. ഈ എയർപോർട്ട്സിലൊക്കെ ഡ്രഗ് ഡിറ്റക്ഷൻ ഡോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു ലഗേജിൽ ഡ്രഗ്സ് കണ്ടുപിടിച്ചാല് ആ ഡോഗിന് റിവാർഡ് കൊടുക്കും. അതാണ് അവർക്ക് മോട്ടിവേഷൻ കിട്ടല്. പിന്നെയും കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണല്ലോ, കണ്ടുപിടിച്ചാൽ എനിക്ക് റിവാർഡ് കിട്ടുന്നില്ല, ഇൻസ്റ്റന്റ് റിവാർഡ്. അപ്പോ ഇന്ന് എനിക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ, ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഹാബിറ്റിന്റെ കൂടെ ഒരു ഹാബിറ്റും കൂടി ഇതാക്കണം. അപ്പൊ അത്ര നമ്മളെ മെന്റലി അത്ര എഫേർട്ട് കൊടുക്കേണ്ടി വരില്ല. ഞാൻ വേറൊരു കഥ കേട്ടിരുന്നേ. ഒരാള് എല്ലാ ദിവസവും ജിം മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ദിവസവും ജിമ്മിൽ പോകും. പക്ഷെ 5 മിനിറ്റിനാണ് പോകും. 5 മിനിറ്റ് ട്രെഡ്മില്ലിൽ നടക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പൊ അവിടെ ഉള്ള ആൾക്കാരൊക്കെ വിചാരിക്കും ഇയാൾ എന്താ 5 മിനിറ്റ് ജിമ്മിൽ വന്നിട്ട് ഒരു കാര്യമില്ല. സംഭവം അയാളെ മൈൻഡ് കണ്ടീഷനിങ് ചെയ്യണം. എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് ഒരു ഹാബിറ്റ് ആക്കി എടുക്കണം. അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജിമ്മിൽ പോകാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പീക്ക് മോട്ടിവേഷനിൽ നമ്മൾ പോയി ചേർന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ നിർത്തുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഹാബിറ്റ് ഫോർമേറ്റ്, അതിൻ്റെ ശേഷം നമ്മൾ കറക്റ്റ് വർക്കൗട്ടും നമ്മളെ മീൽ പ്ലാനും ഡയറ്റും എല്ലാം ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ലത്. അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, അതാണ് എപ്പോഴും നല്ലത്. കറക്റ്റ് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഡിസിപ്ലിൻ ആണ് നമ്മൾ ശരിക്കും ബിൽഡ് ചെയ്യേണ്ടത്. മോട്ടിവേഷൻ ഇമോഷൻ ഇമോഷനാണ് എപ്പോഴും ഉണ്ടാവാൻ ഉണ്ടാവില്ല. അത് ഓരോരോ നമ്മളെ റീൽസ് കണ്ടുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ ഹിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യല്ലേ? അതെ.